ഇന്ത്യക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ നടപടിയിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്കില്ല. രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങളാണ് പ്രധാനമെന്നും മോദി വ്യക്തമാക്കി. അമേരിക്കയുടെ നീക്കം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്ന് കാത്തിരുന്ന് കാണാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഡൽഹിയിൽ നടന്ന ഡോക്ടർ MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടി നൽകിയത്. രാജ്യത്തെ കർഷകരുടെ താൽപര്യത്തിനാണ് പ്രഥമ പരിഗണന. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്നറിയാം. അതിന് താൻ തയ്യാറാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा। और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी। റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുന്നുവെന്നാരോപിച്ചാണ് 25% അധിക തിരിവ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയതെന്നാണ് അമേരിക്ക പരസ്യമായി പറയുന്നത്. എന്നാൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ചർച്ചകളിൽ അമേരിക്കൻ നിർമ്മിത എത്തനോൾ, സോയാബീൻ എണ്ണ, ജനിതകമാറ്റം വരുത്തിയ പരുത്തി എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറന്നു നൽകണമെന്ന് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതിനാലാണ് അമേരിക്കയുടെ പ്രകോപനപരമായ നടപടിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തിലുണ്ടായ പാളിച്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. And I do not know what is the motive of President Trump. So the government, in my opinion, must take Parliament into confidence and give a categorical statement on how they see things, and what is going to be the effect on the Indian economy, and how they are going to counter it. എന്നാൽ അധിക തിരിവ് ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായാണ് വിമർശിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.